പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ ഇ.ഡി. നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന 20 പേർക്കെതിരെയാണ് കേസെടുത്തത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി. സാരംഗ്, ഈ പ്രതിഷേധത്തിൽ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. കേസെടുത്തവരിൽ നേതാക്കളുമുണ്ടോ? പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലുള്ള വീടിന് ED റെയ്ഡ് നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ വലിയ രീതിയിൽ തന്നെ CPM DYFI പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ തടിച്ചുകൂടിയിരുന്നു. ആദ്യഘട്ടത്തിൽ ED ഉദ്യോഗസ്ഥർ അവിടെ എത്തി റെയ്ഡ് ആരംഭിച്ചതിന് ശേഷമാണ് പിന്നീട് പ്രവർത്തകർക്കിടയിലേക്കൊക്കെ തന്നെ വിവരം പുറത്തേക്ക് വരുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ കനത്ത പോലീസ് സന്നാഹം ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ തടഞ്ഞു വെക്കുന്ന തരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തകരുണ്ടായി. പലപ്പോഴും പ്രവർത്തകരുടെ രോഷമൊക്കെ തന്നെ അതിരി കടക്കുന്ന കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. എന്നാൽ കേവലം ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന 20ഓളം പ്രവർത്തകരുടെ 20ഓളം CPM DYFI പ്രവർത്തകരുടെ പേരിൽ മാത്രമാണ് പിണറായി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള പരാതികളൊന്നും തന്നെ ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് വൃത്തങ്ങൾ നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതോടൊപ്പം തന്നെ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ സംഘം ചേർന്ന് തടയാൻ ശ്രമിച്ചു എന്നുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പിണറായി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇനി ഏതായാലും EDയുടെ ഭാഗത്തുനിന്ന് പരാതി ലഭിച്ചിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ EDയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരാതിയോ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നതായിരിക്കും എന്നുള്ള വിവരങ്ങളാണ് പിണറായി പോലീസിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നത്.